സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിച്ച നഴ്സുമാരുടെ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യം. സമരാവശ്യം നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. സമ്മതം മൂളിയ മാനേജ്മെന്റും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. വേതന വർധന നിലവിൽ വരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ തീരുമാനം. മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാലാഖമാരുടെ തോരാക്കണ്ണീർ. സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാർക്ക് നിരന്തരം ആശ്രയിക്കാനുള്ള സ്ഥലമല്ലെന്നത് വാസ്തവമാണ്. രോഗിയുമായി ഈ ആശുപത്രികളിലെത്തിയാൽ പട്ടിണിപ്പാവങ്ങളുടെ കീശ കീറും. പറഞ്ഞു വന്നത് ദിനംപ്രതി ഈ ആശുപത്രികൾ ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കുന്നുവെന്നാണ്. എന്നാൽ ഇവിടെയുള്ള ജീവനക്കാർ ഇപ്പോൾ തൊഴിൽ സമരത്തിലാണ്. കാലങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽസ് മേഖലയിലെ ജീവനക്കാർ ഒരു സമരം നടത്തി. ഇരുന്ന് ജോലി ചെയ്യണമെന്നതായിരുന്നു സമരാവശ്യം. അതുപോലൊരു പ്രഖ്യാപനമായിരുന്നു സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സമരം. അവർ സർക്കാരിനോടും മാനേജ്മെന്റുകളോടും ആവശ്യപ്പെടുന്നത് അടിസ്ഥാന വേതനമാണ്. അടിസ്ഥാന അവകാശമായ 40,000 രൂപയാണ്. ഇന്നും തലപ്പൊക്കമുള്ള ആശുപത്രികളിൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന വരുമാനം 20,000-ൽ താഴെയെന്നത് ഞെട്ടിപ്പിക്കും. ഞങ്ങൾക്കും ജീവിക്കണം, മാന്യമായ ശമ്പളം ഞങ്ങൾക്കും ലഭിക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 18ഉം 20ഉം മണിക്കൂർ PP കിറ്റിനകത്ത് നിന്ന് ഞങ്ങൾ പണിയെടുത്തൊരു കാലമുണ്ടായിരുന്നു. കോവിഡിൻ്റെ കാലത്ത്, നിപ്പേൻ്റെ കാലത്തും ഞങ്ങൾ മാലാഖമാരായിരുന്നു. സർക്കാരും കാണണം, ഈ കേരളക്കാരെ മൊത്തം കാണണം. നാല് വർഷത്തിലധികം ഉറക്കമൊഴിച്ചു പഠിച്ച് ആരോഗ്യ മേഖലയിലേക്ക് എത്തിയ സോക്കോൾഡ് മാലാഖമാരാണ്. ജോലി ഭാരം അധികമുണ്ട്, പക്ഷേ ശമ്പളമില്ല. അവസാന ശമ്പള പരിഷ്കരണം ഉണ്ടായത് 2018-ൽ. 40,000 രൂപ അടിസ്ഥാന ശമ്പളവും സ്പെഷ്യൽ അലവൻസും പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ തീരുമാനം. ആവശ്യം തുച്ഛമെന്നത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ജീവിക്കാൻ ശമ്പളം തികയുന്നില്ലെന്നാണ് പരാതി. 40,000 അടിസ്ഥാന വേതനം എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് കിട്ടണം. 1,000 രൂപ ഒരു നഴ്സ് അർഹിക്കുന്നില്ലേ? നമ്മൾ ചോദിക്കുന്നത് 1,333 രൂപ ദിവസ വേതനമാണ്. അതിന് അർഹരാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച നഴ്സസ് ആണ് ഈ തെരുവിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് കിട്ടുന്നതുവരെ നമ്മൾ സമരം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സമരം പ്രഖ്യാപിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമെന്ന് തോന്നിയേക്കാവുന്ന തീരുമാനമുണ്ടായിട്ടുണ്ട്. പ്രഖ്യാപനം ആശ്വാസമല്ലെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന കരട് വിജ്ഞാപനത്തിൽ മാനേജ്മെന്റുകൾ ആക്ഷേപമുന്നയിക്കുമെന്നതിൽ സംശയമില്ല. 28,000 രൂപയാക്കാമെന്ന സർക്കാർ തീരുമാനവും ഈ അടുത്തൊന്നും നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല. മാനേജ്മെന്റുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമെന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ആരോപണം. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാൻ 13 മാനേജ്മെന്റുകളാണ് സംസ്ഥാനത്ത് നിലവിൽ തയ്യാറായിട്ടുള്ളത്. മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി മേഖല തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും സ്തംഭിക്കും. പഠനം പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾ ആശുപത്രികളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സാരമായി ബാധിക്കും. അതിൽ ഉറച്ചൊരു തീരുമാനമെടുക്കേണ്ട തൊഴിൽ വകുപ്പ് പാലിക്കുന്ന മൗനവും ഗൗരവകരമാണ്. സർക്കാർ മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട് എന്നാണ് കണക്ക്. ഈ സാഹചര്യത്തിലാണ് മുതലാളിമാരോട് ഒന്ന് പരിഗണിക്കാൻ ഈ ജീവനക്കാർ അഭ്യർത്ഥിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് ടേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.